എന്തുകൊണ്ടാണ് ഞാനിത് നിനക്ക് ഉപദേശിച്ചു തന്നത്? ത്വം മേ സഖാ, നീ സഖാവാണ്, അതുകൊണ്ടാണ്. സഖാവാണെന്ന് പറഞ്ഞാൽ നീ ഒരു പ്രിയ സഖാവാണോ എന്ന് പറഞ്ഞാൽ നീ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണോ? കമ്മ്യൂണിസത്തിൻ്റെ ആശയതലത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയല്ലല്ലോ ഒരാളെ സഖാവ് എന്ന് പറഞ്ഞാൽ അറിയുന്നത്. അതെന്നെ വേറെ, ഇപ്പോൾ സനാതനം പറയുന്നത് പോലെ ഒരു വാക്കാണ്. സഖാവ് എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്താണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനെ സഖാവേ എന്ന് വിളിച്ചതിനെ അർത്ഥം നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന അർത്ഥത്തിലാണോ? ഇപ്പം നമ്മൾ ഈ ബ്രാഹ്മണ ശബ്ദമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കാലത്ത് ഉപയോഗിച്ച വാക്കാണ്, ആ വാക്കിന് ഇന്ന് വർത്തമാന കാലത്തിൽ എന്താണ് അർത്ഥം പറയുന്നത്? എങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്? ഇത് തന്നെ ഒരു ഉദാഹരണമല്ലേ. നീ എനിക്ക് പ്രിയപ്പെട്ട സഖാവാണ്. സഖാവ് എന്ന ശബ്ദം കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്നതും ആ അർത്ഥത്തിലാണ്, സുഹൃത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. അവരുടെ പ്രിയ സുഹൃത്താണ്.